നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു അല്ലേ? സാറൊട്ടും പ്രതീക്ഷിച്ചില്ല. നീ എന്താ ഇവിടെ? ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്തു, ലൈൻമാൻ ആയിട്ട്. അതെ, നിനക്കൊരു കത്ത് എഴുതിക്കൂടാണ്. എത്ര കൊല്ലമായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇനി ഈ സ്ഥലത്ത് നിന്റെ കൂടെ കൂടാൻ ഞാനും ഒന്ന് തീരുമാനിച്ചു. രക്ഷപ്പെട്ടു. എന്താ കുട്ടി? അത് സോറി കേട്ടോ. എന്തോന്ന് സോറി? മൂക്കറിഞ്ഞ് ചതച്ചിട്ടാണോ സോറി? മൂക്കറിഞ്ഞ് ചതച്ച ആര്? അത് അമ്മ. എന്തോന്ന് കുമ്മ? താൻ പറഞ്ഞിട്ടല്ലോ ഞാൻ കേറിയത്. എവിടെ കയറി? അത് തെറ്റിദ്ധരിച്ചത് അമ്മ. എന്ത് തെറ്റിദ്ധാരണ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ക്യാബേജ് വലിച്ചെറിയണം. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ആണുങ്ങൾ നോക്കും. ഒരു കാര്യം ചെയ്യും, ഒരു ചാക്ക് ക്യാബേജ് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടു. നാട്ടിലുള്ള ആണുങ്ങളുടെയൊക്കെ മൂക്കറിഞ്ഞ് ചതക്കട്ടെ. എന്താ കാര്യം എന്ന് പറ. ഇത് കണ്ട മൂക്കല്ലേ? അതല്ല, ഈ നീലിച്ച് കിടക്കുന്ന കണ്ട. ഇവളുടെ തള്ള എറിഞ്ഞ് ചതച്ചാണ്. ഇവളെ ഞാൻ കൈ കാണിച്ച് വിളിച്ചെന്നു, അതും പോസ്റ്റിന്റെ മേളിലിരുന്നു. പോയി പറഞ്ഞേക്ക്, ഞാൻ തന്നെ കൈ കാണിച്ച് വിളിച്ചെങ്കിൽ എനിക്ക് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇടോ, തന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. അതിനാരുടെ ഓച്ചാരം ഒന്നും വേണ്ട. ശിവ, വേണ്ടി വന്നാൽ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാല് പറ. ശിവ, നീ എന്ത് വിചാരിച്ചാ? ഇതൊരു സ്ഥാപനമല്ലേ? ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ആക്ച്വലി നീ കൈ കാണിച്ച് വിളിച്ച പോട്ടെ പാർവതി, ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ? സംസ്കാരം ഇല്ലാത്തവൻ അത്രയൊക്കെ ഉണ്ടാവും. സോറി പറയാൻ പോയതാ തെറ്റായത്. എന്തൊക്കെയാണ് പറഞ്ഞത്? വേണ്ടി വന്ന എന്നെ കല്യാണം കഴിക്കും പോലും. ഇന്ന് വരട്ടെ കേട്ടെ. ഒന്നും പറയാനൊക്കില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതാ അവസാനം പ്രേമത്തിലും വിവാഹത്തിലും ഒക്കെ എത്തുന്നത്. ലേതിക്കൊന്നും മിണ്ടാതെ വരുന്നുണ്ടോ? പ്രേമവും കല്യാണവും ഈ മരമോന്തനോടോ? മരമോന്തയൊന്നും അല്ല. അയാളുടെ മുഖം നല്ലതാ. ഇപ്പൊ അല്പം ചതഞ്ഞു കാണും, ഏറ് കൊണ്ടിട്ട്. അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഒന്നും പറയണമെന്നില്ല. എന്തായാലും നമ്മുടെ അമ്മയുടെ ഏറത്തിൽ കൂടുന്നുണ്ട്. വല്ല ഒളിമ്പിക്സിൽ അയച്ചാലോ? എങ്കിൽ ഒന്നാം സമ്മാനം ഷുവർ. വലത് കാല് വെച്ചിറങ്ങും. എത്രയായി? 20. ഓട്ടോയുടെ വിലയല്ല ചോദിച്ചത്, മീറ്ററിന്റെ ചാര പറഞ്ഞ. ഇത് അവരുടെ വീടല്ലേ? എവരുടെ? എന്നെ എറിഞ്ഞ ആ തള്ളയുടെ മോളുടെ വീടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഓ, അത് ശരി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടാണ്, വാടക പകുതി പകുതി ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണല്ലേ? എന്തപകടം? ആ തള്ള തന്നെ. ഓ, തള്ളയാണോ? അത് സാരമില്ല, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഒന്നിച്ച് നേരിടാൻ? അതെ. എനിക്ക് ഒരു ലൈൻ ഉണ്ടെന്ന് കുട്ടിക്കോ? ക്രോസ് ലൈൻ ആകൂടെ? ഏയ്, ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പാരലൽ ലൈനേ ആകൂ. വാ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. മനസ്സിലാക്കി തരാം. അവളുടെ അനിയത്തി ലക്ഷ്മി. മനസ്സിലായോ? നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവ. അതൊക്കെ പോട്ടെ, ആ പെണ്ണിന്റെ അച്ഛൻ എവിടെയില്ലേ? അങ്ങേരെങ്ങാണ്ട് നാട് വിട്ടു പോയതാ. ചത്തുപോയെന്നാ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതായിരിക്കും ശരി. ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവര് തന്നെ എറിഞ്ഞു കൊന്നു കാണും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇന്ന് കാണിച്ചത് പരമ ബോറായി പോയി. എന്തോന്നാ ആ പാർവതിയോട് തട്ടിക്കയറിയത്? എടാ, ഒരു പെണ്ണ് സോറി പറയാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. എന്ത് പ്ലാൻ ചെയ്യാൻ? എടാ, എനിക്ക് അവളെ ഫസ്റ്റ് സൈറ്റിലെ ഇഷ്ടപ്പെട്ടതാ. അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് മാത്രമേ നീ പറഞ്ഞോളൂ? എന്തായാലും നിന്റെ ബെസ്റ്റ് ടൈപ്പ്, അല്ലെങ്കിൽ നിന്നെ അവൾ ചെരുപ്പൂരി അടിച്ചേനെ. അത്രയ്ക്ക് ബോറായിരുന്നു? ഏയ്, അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. എടാ, ഇനി അവൾ നിന്നെ ജന്മത്തെ തിരിഞ്ഞു നോക്കൂ. ഇനിയിപ്പോ എന്താണ് വഴി? എന്തിന്? ഒന്ന് സോറി പറഞ്ഞ് വീണ്ടും ഒരു വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച നടക്കാത്ത വഴിയുണ്ടോ? പക്ഷേ വേണ്ട, നീ ആയതുകൊണ്ട് ശരിയാവില്ല. ഓടാ, നിന്റെ ഒരു പുളു. നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കത്തില്ല. അതെ, ഒന്നല്ല 100 വഴിയുണ്ട്. നിനക്കിന്ന് കാണണോ? ഇന്നോ? എങ്ങനെ? ദേ പ്രേമ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കല്ലേ. നടക്കാത്ത കാര്യോ? എടാ, ഒരു ഫ്യൂസ് പോയാ പോലെ. നീ ലൈൻമാൻ അല്ലേ? ഫ്യൂസ് പോയാൽ ലൈൻമാനെ അല്ലാതെ പിന്നെ ആരെ വിളിക്കും? അയ്യോ, നിന്റെ ഒരു ബുദ്ധി. പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്ന. പക്ഷെ ഫ്യൂസ് എങ്ങനെ പോകും? കാറ്റടിച്ച കറണ്ട് പോകുന്നില്ലാതെ ഫ്യൂസ് പോകത്തില്ല. പക്ഷെ ഇവിടെ ഫ്യൂസ് പോകും, പോയിരിക്കും. അതെനിക്ക് വിട്ടേരെ.